ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കട്ട പിടിച്ച പോലെയൊക്കെ ഇരിക്കും. കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസ് ചെയ്ത് വരുന്ന ആ ഒരു പാകം വരെ തയ്യാറാക്കി എടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. പച്ചയായിട്ടുള്ള നിലക്കടല സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് നന്നായിട്ട് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സറിൻ്റെ ജാറിലേക്ക് വീണ്ടും 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫില്ലിങ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് ചൂടൊക്കെ ഒന്ന് അല്പം ആറി വന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് പലകയിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് മുഴുവനായിട്ടും വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മുഴുവനായിട്ടും തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിവിടെ മധുരമായിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് മധുരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എരിവിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു ഭാഗത്ത് നിന്നും പിടിച്ച് നല്ലപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ ഒരു പാകത്തിന് ടൈറ്റായിട്ട് തന്നെ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികുകളൊക്കെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ അരികുകളും അതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി സീൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തയ്യാറാക്കി വെച്ചത് അതിന് മുകളിലേക്ക് വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി വെക്കാം. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയാക്കി ഇട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ആ ഒരു പാത്രത്തിൽ നിന്നും ഇളക്കിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇത് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടി പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്.